ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അതൊരു ഷോർട്ടാണ്. ഇത് ജസ്റ്റ് ഒരു മിസ്റ്റേക്കിനെ പറ്റി പറയുന്നതാണ്. നമ്മൾ ആംപ്ലിഫയർ കണക്ഷൻ കൊടുക്കുമ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ കൊച്ചു പിള്ളേരൊക്കെ ഈ ഇതുപോലത്തെ ആംപ്ലിഫയറുകളിലൊക്കെ പണിയാൻ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം, ഈ കോമൺ എന്ന് പറയുന്നതാണ് ഇത് നെഗറ്റീവ്, ഈ 4 ohms എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ്, 8 ohmസും പോസിറ്റീവാണ്. ഇത് നമ്മുടെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് ലൈനാണ്. ഈ കോമൺ എന്ന് എഴുതി കാണിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് ലൈനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ 250 ആമ്പാണ്, 250 ആമ്പ് ഭയങ്കരമായിട്ട് ഒരു ഡിസ്ട്രോഷൻ സൗണ്ട്, ഒരു തവള കാരണം സൗണ്ട് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ എന്താണ്, ഈ കോമണെ കിടക്കേണ്ട വയർ 4 ohms തന്നെ കിടക്കുമായിരുന്നു. എന്നിട്ട് 8 ohms കൊടുത്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് വരേണ്ട ഭാഗം 4 ohms ആരാണ്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം ആ ടാപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ആംപ്ലിഫയറിന് ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് വന്ന് ഭയങ്കരമായിട്ട് ഡിസ്ട്രോഷൻ സൗണ്ട്. ഭാഗ്യം ആംപ്ലിഫയർ കത്തിപ്പോയില്ല. ട്രാൻസിസ്റ്ററോ വല്ലതും അടിച്ചു പോയി പിന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലത്തെ ട്രാൻസിസ്റ്ററാണ് 250. അപ്പം ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ഇതുപോലെ അങ്ങനെ കൊടുക്കരുത്. ആ പുള്ളി ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾ സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ 250 ആംപ്ലിഫയർ 2 ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 4 ohms അല്ലെങ്കിൽ 8 ohms കൊടുക്കുക. കോമൺ 4 ohms 8 ohms കൊടുക്കുക. അതാകുമ്പോൾ നല്ല സൗണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഡ്രൈവർ യൂണിറ്റിലോട്ട് ആരും നിങ്ങൾ സ്പീക്കർ കൊടുക്കരുത്. ഇത് നമുക്ക് നമ്മുടെ കോളാമ്പി അല്ലെങ്കിൽ സീലിംഗ് സ്പീക്കർ അങ്ങനത്തേനൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. ഈ കോമൺ 70 volt 100 volt നമ്മൾ സ്പീക്കറെ ഡയറക്റ്റ് കൊടുക്കരുത്. എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. പക്ഷെ ഇത് കൊടുക്കരുത്. ഈ ഡ്രൈവർ യൂണിറ്റിൻ്റെ സെക്ഷൻ നമ്മൾ ഡയറക്റ്റ് സ്പീക്കറെ കൊടുക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിന് കേടുവരാം, അല്ലെങ്കിൽ സ്പീക്കറിന് കേടുവരാം. ഈ യൂണിറ്റിൽ ആരും കൊടുത്തേക്കരുത്. അത് നമുക്ക് കോളാമ്പിയുടെ യൂണിറ്റാണ്. കോളാമ്പിയോ അല്ലെങ്കിൽ സീലിംഗ് സ്പീക്കറോ, കോളാമ്പിയോ സീലിംഗ് സ്പീക്കറോ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ 100 volt കൊടുക്കുക, ഡ്രൈവർ യൂണിറ്റ് ടാപ്പ് ചെയ്യുക. നമ്മുടെ സ്പീക്കർ മാത്രം ഉണ്ടെങ്കിൽ ബോക്സ് സ്പീക്കറിലോട്ട് ടാപ്പ് ചെയ്യുക, കോമൺ 4 ohms 8 ohms അതിലോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താലേ ഉള്ളൂ നമുക്ക് ആംപ്ലിഫയറിന് നല്ല ലൈഫ് കിട്ടും, നല്ല പെർഫെക്റ്റ് സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇത് ചിലർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാൻ കണ്ടതാണ്. കോമൺ 100 volt അതിലോട്ട് ഒരു ബോക്സ് കൊടുത്തു, കോമൺ 8 ohms അതിൽ ഒരു ബോക്സ് കൊടുത്തു. ഇങ്ങനെ ചില പൊട്ടത്തരം കാണിക്കുന്നുണ്ട് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് കൊടുക്കേണ്ടത്. വേറെ ചിലർ കാണിക്കുന്നതാണ് ഓക്സ് ഇൻപുട്ട് മൈക്ക് കൊടുക്കുക. അങ്ങനെ ഒത്തിരി പേര് ഞാൻ കാണുന്നതാണ്. പിന്നെ വേറെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ആൾ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വയർലെസ് മൈക്കിനൊക്കെ എന്ന് പറയുമ്പം 2 XLR ഔട്ട് ഉണ്ട്, ഒരു മെയിൻ ഔട്ട്, ഒരു ജാക്ക് ഔട്ട് ഉണ്ട്. കാണിച്ചതെന്ന് വെച്ചാൽ ഒരു XLRൻ്റെ ഒരു ഔട്ടും എടുത്തിട്ടുണ്ട്, ഒരു 2 ചാനലിലെ മെയിൻ ഔട്ടും എടുത്തിട്ടുണ്ട്. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഒന്നെങ്കിൽ XLRൻ്റെ ഔട്ട് എടുക്കുക അല്ലെങ്കിൽ ജാക്ക് ഔട്ട്പുട്ട് എടുക്കാം. ജാക്ക് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 മൈക്കിൻ്റെയും കൂടെ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൈക്കിൻ്റെയും കിട്ടുള്ളൂ. ഞാനത് പറഞ്ഞു അവരോട്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഷോർട്സ്. അപ്പം നമുക്കൊരു ലൈവ് വരുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്.